മോളായിരുന്നോ? വാ, അകത്തോട്ട് വാ. നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ ചിന്മയൻ. എന്റെ സ്റ്റുഡൻസിനാ ഇത്തവണ യുവജനോത്സവത്തിന് ഫസ്റ്റ്. മോണോ ആക്ട്, കഥകളി, ഡാൻസ്, കുച്ചിപ്പുടി, കഥാരചന, പ്രസംഗം. അതിന് ഞാനെന്തോ വേണം? ലീലാവതി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്. അവിടെ ഒരു ട്യൂഷൻ തുടങ്ങാൻ പോകുന്നു. അവരുടെ വീട് എവിടെയാ? ഇപ്പൊ അവളുടെ മോള് മിമിക്രി ആർട്ടിസ്റ്റ് ആവണ്ട. ലീലാവതിയോ? ലീലാവതി മാറി, വീട് മാറി. അല്ല, എന്നോട് ഇന്നലെ രാവിലെ ആണല്ലോ പറഞ്ഞത്. പറഞ്ഞു, ഇന്നലെ രാവിലെ പറഞ്ഞു. പക്ഷെ വൈകിട്ട് പെട്ടെന്ന് വീട് മാറി. വൈകുന്നേരം പെട്ടെന്ന് വീട് മാറിയോ? മാറി. മനുഷ്യന്റെ കാര്യമല്ലേ, വീട് മാറാനൊക്കെ ഇപ്പൊ എത്ര നേരം വേണം? പക്ഷെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പല്ലേ മാറ്റങ്ങള്. സാറ് പോണം. ഇതുവഴി 100 പോയാ ബസ് കിട്ടും. ഞാൻ കൂടെ വരണോ? വഴി കാണിച്ചു തരാം. അപ്പൊ ലീലാവതി വീട് മാറി. പാവം, ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു. ഇത്ര എളുപ്പത്തിൽ അവള് വീട് മാറുമെന്ന് ഞാൻ കുടിച്ച വെള്ളത്തിൽ വിശ്വസിച്ചില്ല. വൈകുന്നേരം സഞ്ചിയും പെട്ടിയൊക്കെ ആയിട്ട് വന്നിട്ട്, സാർ ഞാൻ വീട് മാറുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ ഇടനെഞ്ച് പൊട്ടിപ്പോയി മാസ്റ്റർ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ഞങ്ങൾ തമ്മിൽ. ലീലാവതിന്ന് ഞാൻ മുഴുവനും വിളിക്കൂല, ലീ എന്നെ വിളിക്കൂ. അവൾ എന്നെ സാ എന്നും എന്റെ സതി എന്നുള്ള പേരിന്റെ ചുരുക്കം. പോട്ടെ. അപ്പോ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ? അല്ല, ഒരു എക്സസൈസിന് വേണ്ടിയിട്ടാണെങ്കിൽ മാസം അതുവരെ നടന്നിട്ട് വന്നിട്ട്, അവളെ കാണാനായിട്ടാണെങ്കിൽ വേണ്ട. അപ്പൊ തിരിച്ചു പോവല്ലേ? എന്നാ മടങ്ങാം. പോട്ടെ. വരണം സാർ, വീട്ടിലോട്ട് പോ. സാറിന് വഴി തെറ്റിയെങ്കിലോ എന്ന് വിചാരിച്ചോ? മോള് കാത്തിരിക്കേ സാറേ. ഇനി മിമിക്രിയിലും മോണോ ആക്ടിലും ഒക്കെ അവളായിരിക്കും സ്റ്റേജ് ഫസ്റ്റ്. അവരെന്തോന്ന് പറഞ്ഞു? നിങ്ങൾ വീട് മാറിയെന്ന് പറഞ്ഞു. ആ സ്ത്രീ സാറിനെ ചുറ്റിക്കാൻ നോക്കിയല്ലേ? സാരമില്ല സാർ, പോട്ടെ. നമ്മള് ചെയ്യേണ്ട അപ്പുറം ചെയ്യും. സാരമില്ല, സാറ് വരണം. വച്ചിട്ടുണ്ടോ എനിക്ക്? സാറ് വരണം. ഇതാണ് മോള്. മോളെ, ഇത് സാറാ. സാറിന് നമസ്തേ പറയൂ. നമസ്തേ. നമസ്കാരം. മിമിക്രി, മോണോക്ട് ഒക്കെ സാറ് പഠിപ്പിച്ചു തരും. ഡാൻസും കഥകളും ഒക്കെ പഠിക്കണം കേട്ടോ. എന്നാ നമുക്ക് തുടങ്ങാം. അയ്യോ സാറേ, അകത്തല്ല, പുറത്ത്. ഇവിടെ മുറ്റത്ത് വെച്ചാണ് ക്ലാസ് എടുക്കാൻ. മുറ്റത്ത് വെച്ചോ? ചുറ്റുമുള്ളവര്, പ്രത്യേകിച്ച് ആ വീട്ടിലെ ആൾക്കാര്, അവരും കൂടി കേൾക്കണം. അതിനും കൂടി വേണ്ടി ഞാനിപ്പോ ഈ ട്യൂഷൻ വെച്ചേ. അത് ശരി. മാഷിന് പ്രയാസാവൂന്ന് അറിയാം. പക്ഷെ 1-2 ദിവസം, 2 ദിവസം കൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ആവും. പ്ലീസ് സർ. ശരി. താങ്ക് യു സർ. എങ്ങനെയുണ്ട്? ഇനി മോർണിംഗ് ചെയ്ത് നോക്കിയേ. റെഡി? 1 2 3 4. ചിലങ്ക കെട്ടി ആടിയാടിവാ, ചിലങ്ക കെട്ടി ആടിയാടിവാ. അങ്ങനെയല്ല മോളെ, താമരക്കണ്ണ ഇങ്ങനെ പിടിക്കുക, കൈത ഇങ്ങനെ പിടിക്കുക. മോളെ ഇനി കളിക്കുക. താമരക്കണ്ണാവാ, പാടി പാടിവാ, ചിലങ്ക കെട്ടിവാ, ആടിയാടിവാ. മുദ്രകൾ തെറ്റിക്കാതെ മോളെ, ഭാവത്തിൽ കളിക്കോ. താമരക്കണ്ണാവാ, ആടിയാടിവാ, താമരക്കണ്ണാവാ, ചിലങ്ക കെട്ടി ആടിയാടിവാ, താമരക്കണ്ണാവാ, ചിലങ്ക കെട്ടി ആടിയാടിവാ, താമരക്കണ്ണ പാടി പാടിവാ വാ. താമരക്കണ്ണാവാ, ചിലങ്ക കെട്ടിവാ, പാടി പാടിവാ, താമരക്കണ്ണാവാ, ചിലങ്ക കെട്ടിവാ, ആടിയാടിവാ. ഇത് അമ്പലപ്പറമ്പോ? ചിലങ്ക കെട്ടി ആടി ആടി വരാൻ അതൊക്കെ അങ്ങ് പെരക്കകത്ത്. ഇതേ മനുഷ്യര് താമസിക്കുന്ന സ്ഥലമാ. പടി, സ്വസ്ഥത വേണം. പോലീസിനെ വിളിക്കും ഞാൻ. നമുക്ക് തുടങ്ങാം. നമുക്കെന്നാ അകത്തിരിക്കാം. എങ്ങനെ? അകത്തോട്ടോ? എന്റെ പൊന്നു മാഷെ, പാട്ട്, ഡാൻസ് ഇതൊക്കെ മനുഷ്യർക്ക് കാണാൻ വേണ്ടിയുള്ള കലകളാണ്.
കല. ദേ, ഇങ്ങനെ കലയെ കൊലയുന്ന കാണുമ്പോഴേ മനുഷ്യന് സഹിക്കാൻ പറ്റത്തില്ല. ദേ വാദ്യാരെ പബ്ലിക് ന്യൂസൻസിന് തന്നെ ഞാൻ അകത്താക്കും. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? വിട്, ഞാൻ അവസാനമായിട്ട് പറയുക. എന്നാ ഞാൻ പോയിട്ട് നാളെ വരാം. അകത്തിരുന്ന് പഠിപ്പിക്കാം. അതാ ഒരു മര്യാദ. ഞാൻ പോയിട്ട് നാളെ വൈകുന്നേരം വരാം. അവിടെ ഒരു ചെലങ്ക കെട്ടിയുള്ള ചാട്ടം. ഇന്ന് എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാം. പോട്ടെ മോളെ, നാളെ വരാം. പറഞ്ഞോട്ടെ. അതെ വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? പോണു പഠിക്കടി. പോണു. സതി, ഏ ഇത് വളരെ മോശമായി പോയി കേട്ടോ. എന്താ? ആ കൊച്ചു അവിടുന്ന് ഡാൻസ് പഠിക്കുന്നത് നിനക്ക് എന്താ കുഴപ്പം? ആ കൊച്ചു പഠിക്കുന്നതിന് എനിക്ക് യാതൊരു വിരോധവും ഇല്ലേട്ടാ. പക്ഷെ ആ തള്ളയുടെ പഠിത്തം ഉണ്ടല്ലോ, അത് ഞാൻ അംഗീകരിക്കത്തില്ല. ഒന്നാമത് അവളെ കാണുമ്പോ തന്നെ എന്റെ കാലേന്ന് വിരിവിരാന്നൊരു വിറയല് കയറും. പിന്നെ എനിക്ക് കണ്ണു മൂക്കൊന്നും കാണാനൊക്കത്തില്ല. സതി നോക്കിയേ, എന്താ? ഈ വഴക്ക് ഇപ്പോഴേ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഇത് അടുത്ത തലമുറയിലോട്ട് കൂടി പടരും. മുമ്പൊക്കെ ഈ കുടിപ്പക എന്ന് പറയുന്ന വൈരാഗ്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ തുടങ്ങിയത്. ഇത് ഒരു കുടിപ്പക പോലെ അങ്ങ് വളരണം. അതാ എന്റെ ആഗ്രഹം. അവളുടെ ഒരു ഡാൻസ് പഠിത്തം പഠിപ്പിക്കും മോളെ. ചിലങ്ക കെട്ടി ചാടി ചാടി വാ. വന്നില്ലെന്നാ തോന്നുന്നത്. അവിടെ ഇവിടെയും വന്നിട്ടില്ല. യു ഡി ക്ലർക്കാണല്ലേ? അതെ, ഡയറക്ടർ അല്ലേ? അത് പിന്നെ ഈ SV ആഗ്രോ കോർപ്പറേഷൻ അതെവിടെയാ? അത് ഈ മറ്റേ ജംഗ്ഷനില്. എനിക്കറിയാം. എന്തറിയാം? അങ്ങനൊരു കോർപ്പറേഷൻ ഇല്ല അല്ലേ? നാട്ടിൻപുറത്തെ ഒരു കൃഷിക്കാരനാ അല്ലേ? അതെ, പക്ഷേ സതിയുടെ നിർബന്ധം കൊണ്ടാ ഈ ആഗ്രഹം. ഇവിടുത്തെ പോലെ തന്നെ അല്ലേ? എനിക്കിവിടെ ഒരു കൂട്ടില്ല ഈ വർത്താനം പറയാനും ഒക്കെ ആയിട്ട്. ഇനി മുതൽ നമുക്ക് വർത്താനം പറയാം. അയ്യേ, എന്താ ഏട്ടാ ഇത്? ചെടിയിലൊക്കെ ഭയങ്കര പുഴുശല്യം. അത് നോക്കുമായിരുന്നു. വിശ്വേട്ട, ഒരു ഡയറക്ടറാ വിശ്വേട്ടൻ. ഒരു ഡയറക്ടർ UD ക്ലർക്കിനേക്കാളും എത്രയോ പടി മുകളിലാ ഒരു ഡയറക്ടർ. അത് വിശ്വേട്ടൻ മറക്കണ്ട. ചേട്ടൻ വരൂ, ഞാൻ കാപ്പി തരാം. ചേട്ടൻ വരൂ, വരൂ, എന്റെ പുറകിന് വരൂ. ചേട്ടാ, ഇതായിട്ടാ ചായ. ചേട്ടാ, അതെ, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്തോന്നാ? കലയെ കല കൊണ്ട് നേരിടണം എന്ന് വെച്ചാ? അവളുടെ മോക്ക് പാട്ടും ഡാൻസും തുടങ്ങിയിരിക്കുക. അതിനൊരു തിരിച്ചടി നമ്മൾ കൊടുക്കണം. തിരിച്ചടി? തിരിച്ചടി. ഇപ്പൊ കണ്ടോണേ മക്കളെ. മഹേഷേ, നീ എന്തിനാ അവനെ വിളിക്കുന്നേ? നിക്കേട്ടാ പറയാം. മക്കള് പോയി ഇന്നലെ അമ്മ വാങ്ങിച്ചു തന്ന പാന്റ് ഷർട്ട് ഇട്ടോണ്ട് പോവാ. എന്തിനാണെന്ന് പിന്നെ പറയാ. ഇപ്പൊ പറഞ്ഞതേ. സതി, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? എന്റെ ഏട്ടാ, ദൈവം നമുക്ക് മക്കളെ തന്നിരിക്കുന്ന എന്തിനാന്നറിയാവോ? നമുക്ക് സാധിക്കാൻ പറ്റാത്തത് നമ്മുടെ മക്കളിൽ കൂടി സാധിക്കാൻ വേണ്ടിയാ. എന്ന് വെച്ചാ കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ ചേട്ടാ? മാറിക്കേ. എന്താ അവിടെ? I'm the DE, I'm the DEVI, I'm the DE, I'm the DEVI, I'm the DE, I'm the DEVI, I'm the DEVI. അയ്യോ, ഇതെന്തൊരു കോച്ചു അത്. അയ്യോ, കൊള്ളാം.
വാ മക്കള് വാ മക്കള് വാ, വാ. ഇങ്ങനെ ദേഹമൊക്കെ ഒന്ന് ഒലയിട്ട് മക്കളെ കാണിച്ചേ കാണിച്ചേ. ആ അയ്യോ 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 ഇതെന്ത് ദേ കൊച്ചേന്റെ കുണം മാറ്റല് പറഞ്ഞേക്കാം. ദേ, സതി, അവന് ഇതില് താല്പര്യമില്ലെങ്കിൽ പിന്നെ ദേ ചേട്ടാ, ഇപ്പൊ നമ്മുടെ താല്പര്യത്തിനൊത്ത് വളരേണ്ട പ്രായമായത്. നമ്മൾ പറയുമോ അനുസരിക്കണം. മക്കളെ നോക്കൂ മക്കളെ ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നതേ ചിലങ്ക കെട്ടി ആടി ആടി വാ എന്ന് കളിക്കുന്ന പോലെ അല്ല. നല്ല ബുദ്ധി വേണം, ശരീരത്തിന് ബലവും വഴക്കവും നല്ല ടൈമിങ്ങും വേണം. ഈ കളി എനിക്ക് ഇഷ്ടമല്ല. നോക്ക്, ഞാൻ കാലെ പിടിച്ച് നടപ്പടിയെ അടിക്കും. അതെങ്ങനാ? അച്ഛനെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നു. മക്കളെ, അമ്മമാരെ മനസ്സ് വിഷമിപ്പിക്കരുത്, പ്രത്യേകിച്ച് മഹാലക്ഷ്മിയെ പോലത്തെ ഈ അമ്മയെ. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കണല്ലേ രാവുമാരി ചേച്ചി. അമ്മമാരുടെ ദുഃഖം മക്കൾ അറിയട്ടെ. ആ മക്കളെ കളിച്ചേ, ചെല്ല് ചെല്ല്. എന്താണ് ആർക്ക് കോച്ചുവാതോ? താളം വേണം. കണ്ട താഴെ എടുത്ത് കൊത്തിയിട്. ഇനി ഇവിടുന്ന് എടുത്ത് കൊത്തിയിട്. സാധാരണ ഓരോ വീട്ടിലും അച്ഛന്മാരാ ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത്. നീ അകത്ത് വാ. ഞാൻ നിന്റെ അമ്മയാണെങ്കിൽ നിന്നെ ഒരു ബ്രേക്ക് ഡാൻസർ ആക്കിയിട്ട് തന്നെ കാര്യം. വാ വാടാ വാ. അയ്യോ അമ്മ, ശത്രുക്കളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്താനായിട്ട് ജനിച്ചിരിക്കുന്നത്. കളിക്കടാ ബ്രേക്ക് ഡാൻസ് കളിക്ക. എന്റെ പൊന്നുകള് വേഗം കളിക്ക്, വെറുതെ ഇവിടെ ചോരപ്പുഴ കൊടുക്കരുത്. കളിക്ക് കളിക്ക് കളി. എന്താന്ന്? ഇത് തന്നെ മക്കളെ, ഇത് തന്നെ. ആദ്യം ഒരു വിളി, പിന്നെ ഷോക്ക് അടിച്ച ഒരു ചാട്ടം, പിന്നെ ഒരു 5 കുളിക്ക്. Ready, 1 2 3 ടേപ്പ് ഓൺ ചെയ്തു. കളിച്ചോ റെഡി സ്റ്റാർട്ട്. അങ്ങനെ താഴെ കൊണ്ടുപോവാ. രണ്ട് കാലം ചേർത്ത് വെച്ചിട്ട് മുമ്പോട്ട് വാ. വാരി എടുക്ക്. അയ്യോ, കുഞ്ഞിന്റെ കണ്ണില് വിരലുകൊണ്ടാ. അല്ല ലതാകുമാരി ചേച്ചി, സന്തോഷം കൊണ്ട് സഹിക്കാൻ വയ്യ എന്റെ കുഞ്ഞ് കളിക്കുന്ന കണ്ടിട്ട്. മക്കൾ കളിക്കടാ, കളി മക്കളെ. ഇതുപോലെ ഞാൻ രക്ഷപ്പെട്ടടാ. ഞാൻ ഹായ്, എന്താ സാവിത്രിയില്ലേ? പുറത്തു പോയിരിക്കാ. ലാലു ഇല്ല ഇവിടെ. വെരി ഗുഡ്. ഇതെന്താ? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്. അല്ല, സാധാരണ ഈ ബർത്ത്ഡേക്കൊക്കെ അങ്ങോട്ടല്ലേ പ്രസന്റ് വരേണ്ടത്. ഇത് അല്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ അറിയാതെ കുട്ടി ശ്രദ്ധിച്ചു പോയി. കുട്ടിയുടെ കണ്ണിൽ ഒരു നക്ഷത്രം നിലനിൽക്കുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. നിക്ക് അത് കണ്ടോടാ. വല്യമ്മ, ഇവനെ ഇന്ന് ശരിയാക്കിട്ട് ജീവിതം ഒരു മരീചികയാണെന്ന് ആരോ എവിടെയോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരീചികയാണ് മരുഭൂമിയിൽ അകപ്പെട്ടവന് ആശ കൊടുക്കുന്നത്. കണ്ടല്ലോ, കല്ല് എറിഞ്ഞിടാം. ചോദിട്ട് ഇറങ്ങി എന്റെ കഴുത്തിൽ എന്തോ വീണ പോലെ. അതെ, നക്ഷത്രം വീണതായിരിക്കും. ആയിരിക്കാം, സാരമില്ല. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും ആരൊക്കെ എതിർത്താലും ശരിയാണ്. വടക്കേത്തറ അമ്മയാണ് സത്യം. എനിക്ക് കുട്ടികളുടെ സ്നേഹത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. സാവിത്രിച്ചില്ലാലും പോയെന്നല്ലേ പറഞ്ഞത്? അപ്പൊ പിന്നെ ഇതൊക്കെ
ഇവിടെ എന്താ കുട്ടി പ്രേതബാധ വല്ലതും ഉണ്ടോ? എന്റെ അമ്മ! ആദ്യം വിചാരിച്ച തല ഇടിവെട്ടിയെന്ന ഒന്നും പിടികിട്ടിയില്ല. സുഗുണം, താൻ ഈ പൊന്നീച്ച എന്ന് പറഞ്ഞ ഈച്ച കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ കണ്ടു സുഗുണം. തലയിൽ അടി വീണതും ചറപറ ചറപറ ചറപറാന്ന് കുറേ പൊന്നീച്ചകൾ ഇങ്ങനെ പറന്നു പോയി. അതല്ല, ഈ അടി അന്തരീക്ഷത്തുനിന്ന് വന്നു എന്ന് പറയുന്നത് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അത് മഹാ അത്ഭുതം തന്നെ കേട്ടാ. എനിക്ക് അടി കൊണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിത് വിശ്വസിക്കില്ലായിരുന്നു. ലീന ഇങ്ങനെ എന്നോട് സംസാരിച്ചോണ്ട് നിൽക്കായിരുന്നു. അല്ല, ആദ്യം പറഞ്ഞ പത്മകുമാർ ലീനയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നല്ലേ? അല്ല, രണ്ടായാലും സംഗതി ഒന്നു തന്നെയല്ലോ. ഞാനിങ്ങനെ ലീനയോട് സംസാരിക്കായിരുന്നു. അപ്പോഴല്ലേ ഓരോ ദുർനിമിത്തങ്ങള്. അല്ല, ദേഹത്ത് ഓരോന്ന് വന്ന് വീണത് വ്യക്തമായിട്ട് അറിഞ്ഞല്ലേ? പിന്നല്ലേ, ആദ്യം വിചാരിച്ച ലീന ഇക്കിളിയാക്കായിരുന്നു. അതെങ്ങനെ പുറകെ വന്ന് കിക്കിളിയാക്കണത്? എതിരെ നിൽക്കുമ്പോ കഴുത്തിലല്ലേ കിക്കിളിയാക്കാൻ പറ്റും? എന്തായാലും എനിക്ക് അങ്ങനെ തോന്നി. ഓ, അപ്പൊ ഇത് വാതയായിരിക്കും കേട്ടാ. അല്ല, ഈ വാതയില്ലേ, വാതകളെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആദ്യം ഇങ്ങനെ തമാശ കാണിക്കും പോലെ പെരുമാറും, പിന്നെയാണ് മണ്ടക്കിട്ട് ടവാന്ന് പറഞ്ഞ് അടിക്കാൻ പോണത്. ആ പത്മകുമാറേ, വേദന എങ്ങനെയുണ്ട്? മരവിപ്പ് മാറി, എന്നാലും കാതിൽ ഇപ്പോഴും ആ മുഴക്കമുണ്ട്. എന്നാലും നിങ്ങളെ സമ്മതിക്കണം, ആ വീട്ടിൽ എങ്ങനെ കഴിയുന്നു? നേരെ ഓരോ ബാധകൾ ഇടയ്ക്കിടയ്ക്ക് ഉപദ്രവിക്കാൻ വരും. നിങ്ങളെ ഉപദ്രവിക്കല്ലേ? പിന്നെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും അതിനെ? ഞങ്ങള് വീട്ടില് വടിയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തലക്കിട്ടത് ഇതുപോലെ അടി അങ്ങ് കൊടുക്കും. ഇതുപോലല്ലേ? അത് ഭയങ്കര അതിശയം തന്നെ കേട്ടാ. അപ്പൊ നമുക്ക് ബാധകളെ കാണാൻ പറ്റുമല്ലേ? ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ദേ ഈ പത്മകുമാറിനെ കാണുന്നത് പോലെ കാണാൻ പറ്റും. എന്നാ ഞാൻ പോട്ടെ പത്മകുമാറേ, പോട്ടെ പത്മകുമാറേ. അല്ല, ശരിക്കും ഈ ബാധ നേരിട്ട് കാണാൻ പറ്റുമോ? ആയിരിക്കും അല്ലേ? പറ്റുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തായാലും അത് ഭയങ്കര അതിശയായിരിക്കണം അല്ലേ? ഇപ്പൊ വേദന എല്ലാം കൂടുതലുണ്ടോ? ഇല്ല, നടന്നപ്പോ ഒരു സുഖം. പിടിക്കണോ? വേണ്ട, തലേ പിടിക്കണ്ട.